പ്രണയത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. നമ്മളിൽ പല ആളുകളും പല രീതിയിലും പല സമയത്തും പ്രണയിച്ചിട്ടുണ്ടാവും. പ്രണയത്തിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള കാര്യങ്ങളും ഒരുപക്ഷെ ജീവിതം പോലും വെടിയാൻ ശ്രമിച്ചിട്ടുള്ള ആളുകളായിരിക്കാം നമ്മളൊക്കെ. ഞാനെന്ന് പറഞ്ഞു വരുന്ന മറ്റൊരു പ്രണയത്തെക്കുറിച്ചാണ്. ലെറ്റ്സ് ഫോൾ ഇൻ ലവ് വിത്ത് ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഫ്യൂച്ചറുമായിട്ട് എന്തുകൊണ്ട് അഗാധമായ ഒരു പ്രണയത്തിൽ പോയിക്കൂടാന്നുള്ളൊരു ചോദ്യമാണിത്. നമ്മളിൽ പല ആളുകളും ഒരു പക്ഷേ പാസ്റ്റിൽ ഇങ്ങനെ സ്റ്റക്കായി കിടക്കുന്ന ആളുകളായിരിക്കും മെജോറിറ്റി ആളുകളും, അല്ലെങ്കിൽ പ്രസന്റ് മാത്രം മാനേജ് ചെയ്തുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് വേറെയും കുറേ ആളുകളുണ്ട്. അവർ ഫ്യൂച്ചറിനെ പ്രണയിച്ച് ഫ്യൂച്ചറുമായിട്ട് എന്താ പറയുക അഗാധമായിട്ടുള്ളൊരു പ്രണയത്തിലാണ്. അവരാണ് ഒരു പക്ഷേ ദ റിയൽ ഗെയിം ചേഞ്ചേഴ്സ് അല്ലെങ്കിൽ ദ റിയൽ ട്രെൻഡ് സെറ്റേഴ്സ് എന്നൊക്കെ പറയാൻ പറ്റിയ രീതിയിൽ. അവർ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്, ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം ആളുകൾ. ഒരു കരിയർ അനലിസ്റ്റ്, ഒരു ഫ്യൂച്ചറിസ്റ്റിക് കരിയർ അനലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇപ്പം ഒരു പക്ഷേ നമ്മളൊക്കെ എപ്പോഴും സംസാരിക്കുന്ന വിഷയങ്ങളാണ് AI അല്ലെങ്കിൽ ഓട്ടോമേഷൻ അല്ലെങ്കിൽ പുതിയ ടെക്നോളജികളെ കുറിച്ചൊക്കെ. ഇവരൊക്കെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ ഇന്നവിറ്റബിൾ ഫ്യൂച്ചറിൽ ഓൾറെഡി അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് വിദൂരമായ ഒരു ഭാവിയെക്കുറിച്ചൊന്നുമല്ല, ഓൾറെഡി അത്തരത്തിലൊരു ഭാവി നമുക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ, ഈ റിയൽ ഗെയിം ചേഞ്ചേഴ്സ് ആയിട്ടുള്ള റിയൽ ട്രെൻഡ് സെറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ എന്താ പറയുക ഫ്യൂച്ചർ എന്ന് പറഞ്ഞ റിയാലിറ്റിയെ ഇപ്പം തന്നെ എംബ്രേസ് ചെയ്ത് അതിൽ ജീവിച്ചുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുകൾ. ശരിക്കും അവരല്ലേ യഥാർത്ഥ ഹീറോസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ആളുകൾ ഒരുപാട് മുന്നിലായിരിക്കും, നമ്മളെക്കാട്ടിലും ഒരുപാട് മുന്നിലായിരിക്കും അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുമ്പോഴേക്കും ഒരുപാട് പിറകിലേക്കായിട്ടുണ്ടാവും. ഒരു കരിയർ അനലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാനൊരു ചോദ്യം വളരെ സീരിയസ്ലി നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ എത്ര പേര് ഇതുപോലെ ഒരു ഫ്യൂച്ചറുമായിട്ട് അഗാധമായ ഒരു പ്രണയത്തിലാകാനും അത്തരത്തിലൊരു കരിയർ ബിൽഡ് ചെയ്യാനും അത്തരത്തിൽ ഇന്ന് ജീവിക്കാനും നിങ്ങൾ റെഡിയാണെന്നുള്ള ഒരു ചോദ്യം സ്വയം ചോദിച്ചിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.